നല്ല പച്ച മാങ്ങയും പച്ച ചെമ്മീനും മുളകിട്ട് വെച്ചതിൻ്റെ റെസിപ്പി കാണാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെമ്മീനാണ്. അതായത് നമുക്ക് തൊണ്ടൊലിക്കാൻ തന്നെ ഇത്തിരി ബുദ്ധിമുട്ടാണ്, അത്ര നല്ല ഫ്രഷാണ്. ഫ്രഷ് ചെമ്മീൻ ഭയങ്കര ടേസ്റ്റായിരിക്കും കറി വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതിനായിട്ട് ചെറിയ കഷ്ണം ഒരു ഇഞ്ചി മതി, ഒരുപാട് വലുതൊന്നും വേണ്ട. ഞാൻ വെളുത്തുള്ളി ഒന്നും ചേർക്കാറില്ല. ഇഞ്ചി, പച്ചമുളക്, 2-3 പച്ചമുളക്, പിന്നെ ഉള്ളിയോ സവാള നമ്മുടെ ഇഷ്ടത്തിന്, അതായത് കുന്തായിട്ട് അരിഞ്ഞ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, തക്കാളിയും ഉപ്പും വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് തിളപ്പിക്കാൻ വെക്കാം. ആ ടൈം കൊണ്ട് നമുക്ക് 2 ചെറിയ ഉരുളക്കിഴങ്ങ് നന്നാക്കി എടുത്ത് നേരിയതായിട്ട് അരിഞ്ഞെടുക്കും. ഒരുപാട് തിന്നാവണ്ട, കാരണം കുഴഞ്ഞു പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ പുളിരസവും ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒന്ന് പകുതി വെന്ത് കഴിയുമ്പോഴേക്കും പച്ചമാങ്ങയും അതേപോലെ തന്നെ ചെമ്മീനും ഒരുമിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഒരു മസാല റെഡിയാക്കാം. ബാക്കിയുള്ള ചെമ്മീൻ വറുക്കാനായിട്ട് 2 വലിയ സ്പൂണ് വലിയ ജീരകമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി 2-3 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 5-6 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. എനിക്കിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാനാണ്. നമുക്ക് മീൻ വറുക്കാനും ചിക്കൻ വറുക്കാനും ഒക്കെ ഇത് ഉപയോഗിക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി അത്യാവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. നല്ല പേസ്റ്റായിട്ട് നല്ലോണം അരച്ചെടുക്കുക. എന്നിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഫ്ലേവർ തന്നെ നല്ലൊരു മണം തന്നെയാണ് അത് മീൻ വറക്കുമ്പോഴൊക്കെ. അപ്പോൾ മീനും ചിക്കനൊക്കെ വറക്കാൻ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി വെന്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ചെമ്മീനും വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. ഇത് വേറെ താളിക്കൊന്നും ചെയ്യരുത്. ഇത് പച്ച വെളിച്ചെണ്ണയും വേപ്പിലയും ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം. അതിൻ്റെ ഫ്ലേവർ പുറത്തേക്ക് പോകാതിരിക്കാനാണ്. ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ നമുക്ക് ചെമ്മീൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് പൊരിക്കാം. അപ്പോൾ ഇത് നമ്മൾ എടുക്കുന്ന ടൈമിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം, കാരണം മഞ്ഞൾപ്പൊടി കുറവായിരിക്കും. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും മഞ്ഞൾപ്പൊടി മുളക് പൊടി എന്തായാലും കുറവേ തോന്നുള്ളൂ. അപ്പം എടുക്കുന്ന ടൈമിൽ നമ്മൾ മാഗ്നേറ്റ് ചെയ്യുന്ന ടൈമിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഉപ്പ് ഞാൻ അതിനകത്ത് ചേർത്തിട്ടില്ല, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് വേണം മാഗ്നേറ്റ് ചെയ്ത് വെക്കാനായിട്ട്. നല്ല ഫ്ലേവറാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ പച്ച ചെമ്മീൻ കിട്ടിക്കഴിയുമ്പോൾ ഇതുപോലെ ഉരുളക്കിഴങ്ങ് ഇട്ടൊന്ന് വെച്ച് നോക്കൂ. സാധാരണ അങ്ങനെ അധികമായി ഉരുളക്കിഴങ്ങൊന്നും ഇട്ട് വെച്ച് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉരുളക്കിഴങ്ങ്. ഇതിൻ്റെ അകത്തുള്ള ആ പുളി രസം, അതായത് ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് ഉരുളക്കിഴങ്ങിന്. ഒരു പ്രാവശ്യങ്ങളിൽ വെച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.